അങ്ങനൊക്കെ ചിന്തിക്കുന്ന മോഡേൺ മുസ്ലിങ്ങളുണ്ട്. കുറച്ച് ഞങ്ങൾക്ക് പറ്റും, കുറച്ച് പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിങ്ങൾ അതിനെതിരെ വാദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് നിയമം വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധമൊക്കെ നടത്തുന്നതെന്നാണ്. ഓരോ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ മത നിയമാനുസരണം അനുഷ്ഠിക്കാൻ. ഒരാളിവിടെ ട്രാഫിക് നിയമം ലംഘിച്ചാൽ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു നിയമം, ഹിന്ദു ആയതുകൊണ്ട് അതിന് പ്രത്യേക നിയമമുണ്ട്. ക്രിമിനൽ ലോ, CRPC എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും അവരവരുടെ മത നിയമങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണം, വിവാഹം മതത്തിന്റെ ഉള്ളിലുള്ളതാണ്. വധുവും പള്ളിയിൽ നിന്നൊരു ലെറ്റർ കൊടുത്താൽ ഇന്നത് എവിടെയും നമ്മുടെ കോടതികളിൽ മറ്റെവിടെങ്കിലും ഒക്കെ ആ ലെറ്ററുകൾ കൊണ്ടുപോയാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ മണിപ്പൂർ എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്ത് കലാപം തുടങ്ങിയിട്ട് 80 ദിവസങ്ങളോളം പൂർത്തിയാകുന്നു. മെയ് 3 മുതൽ ആരംഭിച്ച കലാപത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും കണ്ട് നമ്മുടെ ഒക്കെയും ഹൃദയങ്ങളിൽ വല്ലാതെ വേവലാതികൾ നിറയുന്ന ഒരു സമയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. ആ മണിപ്പൂരിനെ നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പമോ അവിടുത്തെ ജനസംഖ്യ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും വലിയ ജില്ലകൾക്ക് സമാനമോ അല്ല. അതായത് വളരെ ചെറിയ ഒരു സംസ്ഥാനം, ജനസംഖ്യ 26 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ മാത്രമുള്ള ഒരിടം. ആ ഇടത്താണ് കഴിഞ്ഞ മെയ് 3 മുതൽ നടക്കുന്ന കലാപത്തിന്റെ ചിത്രങ്ങൾ, വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. വിശാലമായി അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ എൻ്റെ സംഭാഷണത്തെ കൊണ്ടുപോവുകയല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറയുകയാണ്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ തലകുനിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. വിവസ്ത്രയാക്കപ്പെട്ട ഒരു വനിതയുടെ ചിത്രം ലോകരാജ്യങ്ങളിലെ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തു. എന്താണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മണിപ്പൂരിൽ 2012 വരെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വിശാലമായ ഒരു കലാപമോ പ്രശ്നങ്ങളോ ഉണ്ടായ സ്ഥലമല്ല. 2012 ശേഷം ഉണ്ടാകുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ 2012 മുമ്പുള്ളതുപോലെ ഒന്നുമല്ല. ആ സംസ്ഥാനത്തിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന മെയ്ത്തികൾ എന്ന് പറയുന്ന വിഭാഗം 90% ഹൈന്ദവ സഹോദരങ്ങളാണ്. മണിപ്പൂരിലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ ക്രൈസ്തവ സഹോദരങ്ങളാണ്. അവരെയാണ് കുക്കികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഈ മെയ്ത്തികൾ എന്ന് പറയുന്ന 90%-ലേറെ വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ താഴ്വാരത്ത് താമസിക്കുന്നു. മലകളിൽ, ആ താഴ്വാരങ്ങളുടെ മലനിരകളിൽ താമസിക്കുന്നത് ക്രൈസ്തവരായ കുക്കികൾ എന്ന് പറയുന്ന വിഭാഗമാണ്. താഴ്വാരത്ത് താമസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ നിയമസഭയിലേക്കുള്ള സീറ്റുകളിൽ 40 സീറ്റുകളും അവരുടെ ഭാഗത്താണ്. ആകെയുള്ള 60 സീറ്റുകളിലെ 40ഉം ഈ താഴ്വാരത്തുള്ള ആളുകളുടെ ഇടയിലാണ്. ബാക്കിയുള്ള 20 സീറ്റുകൾ മാത്രമാണ് ഈ മലയോര ഗ്രാമങ്ങളിലുള്ളത്. 2012 ശേഷം, അല്ലെങ്കിൽ വർഗീയമായ അജണ്ടകളോടുകൂടി ഭരിക്കാൻ ആളുകൾ വന്നതിനു ശേഷം അവർക്ക് തോന്നി ഈ 40 സീറ്റുകളെന്നും ഞങ്ങളുടെ കൂടെ നിലനിർത്തുകയാണെങ്കിൽ എല്ലാ കൊല്ലവും മണിപ്പൂരിന്റെ ഭരണം ഞങ്ങൾക്ക് പിടിക്കാം. കാരണം 60 സീറ്റിൽ 40ഉം എപ്പോഴും ഞങ്ങളോടൊപ്പമാണെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതിനെന്തു വേണം? ക്രൈസ്തവരായ കുക്കികളെയും ഹൈന്ദവരായ മെയ്ത്തികളെയും തമ്മിൽ അടുപ്പിക്കണം. ക്രൈസ്തവരായ കുക്കികളെയും ഹൈന്ദവരായ മെയ്ത്തികളെയും തമ്മിൽ അടുപ്പിക്കണം.
വർഗീയത പറഞ്ഞു പരസ്പരം അവരുടെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കണം. അവരുടെ ഇടയിലേക്ക് പരസ്പരം വിശ്വാസങ്ങളെ നഷ്ടപ്പെടുന്ന വർത്തമാനങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കണം. അവരുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണകളെ പരത്തണം. അവരുടെ നടുവിലേക്ക് പ്രശ്നങ്ങളെ ഇട്ടുകൊടുക്കണം. അങ്ങനെ പരസ്പരം അകന്നു പോകുന്ന മനുഷ്യരെ തമ്മിലടിപ്പിച്ച് എക്കാലവും ഞങ്ങൾ ഇവിടെ ഭരണത്തിലേറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. ഇതൊരു വലിയ കൃത്യമായ അജണ്ടകളോടെ നടപ്പാക്കിയ കലാപമാണ്. മെയ്ത്തികളായ ഹൈന്ദവരെയും കുക്കികളായ ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ചു. മതത്തെ അതിന്റെ ഇടയിലേക്ക് ഇൻജക്ട് ചെയ്തു കൊടുത്തു. അധികാരങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യരുടെ ഹൃദയങ്ങളെ മുറിച്ചു വെച്ചു. അവരുടെ ഹൃദയങ്ങളിലേക്ക് പരസ്പരമുള്ള വിശ്വാസത്തിന്റെ എല്ലാ വിത്തുകളെയും നഷ്ടപ്പെടുത്തി, എല്ലാ വേരുകളെയും നഷ്ടപ്പെടുത്തി. കണ്ടാൽ പേടിയാകുന്നവരായി, പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടവരായി അവരെ മാറ്റിവെച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ലോകം മുഴുവനും ഇന്ന് കാത്തിരിക്കുന്ന, കണ്ണീരോടെ കണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ വന്നു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വർഗീയതയെ പകുത്തുവെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ചേർച്ചകളും നഷ്ടമായി. അവരിൽ തന്നെയുള്ളവർ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് അവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് ഇവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് കുക്കികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് മെയ്ത്തികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ പരസ്പരം ഇന്ന് വിശ്വാസത്തിലെടുക്കുന്നില്ല. ഞങ്ങൾക്ക് അവരെ പേടിയാണ്, അവരെ ഞങ്ങൾക്കും പേടിയാണ്. നിങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും, പതിയാങ്കര ഉസ്താദിന്റെ ആണ്ടു നേർച്ചയുടെ വേദിയിൽ എന്തുകൊണ്ടാണ് മണിപ്പൂര് പറഞ്ഞത് എന്ന്. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നാം ഓരോരുത്തരും ഇത്തരം വിഷയങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ നാടുകളും ഇത്തരം അവസ്ഥകളിലേക്ക് എത്താൻ പോകുന്നു. അവിടെയാണ് മഹാന്മാരുടെ ചിന്തകളും ഓർമ്മകളും പ്രസക്തമാകുന്നത്. പതിയാങ്കര ഉസ്താദ് അവരുടെ ഖബറിന്റെ അരികിലേക്ക് വന്നിട്ട് ഈ നാട്ടിലെ എത്രയോ അന്യമതസ്ഥരായ ആളുകൾ അവരുടെ ഹൃദയങ്ങളുടെ ആവലാതികളെ പങ്കുവെക്കാറില്ലേ? അവരുടെ വിഷമങ്ങളെ പറയാറില്ലേ? അവര് ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും ശാന്തി പകർന്നിട്ടില്ലേ? എല്ലാ മനുഷ്യരെയും അവര് ചേർത്ത് പിടിച്ചിട്ടില്ലേ? തനതായ ഇസ്ലാമിന്റെ മനോഹരമായ ജീവിത ചിത്രങ്ങളെ അവരിവിടെ അവതരിപ്പിച്ചു കാണിച്ചു തന്നിട്ടില്ലേ? ആലോചിച്ചു നോക്കൂ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് 65,000 മനുഷ്യർ അവരുടെ നാടും വീടും വിട്ടകർന്ന് പലായനം ചെയ്തു കഴിഞ്ഞു. 300ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ വീണുപോയി കഴിഞ്ഞു. ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നോ ആയിരക്കണക്കാകുന്ന മനുഷ്യർക്ക് പരിക്കേറ്റു എന്നോ ഉള്ള വർത്തമാനങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങളുടെ നടുവിലാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ചിന്തകൾക്കെല്ലാം പ്രസക്തിയേറുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളുടെ നടുവിൽ പരസ്പരം മനുഷ്യരെ തമ്മിലടിപ്പിച്ച് വർഗീയത പറഞ്ഞ് അവരെ കൊണ്ട് മുതലെടുപ്പുകൾ നടത്തുന്നവർക്കിടയിലാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് വെക്കുന്ന, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരോടും കരുണ വർത്തിക്കുന്ന ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃകകളെ ജീവിതമായി സ്വീകരിച്ചവരുടെ മനോഹരമായ അധ്യാപനങ്ങൾ നമ്മൾക്ക് പാഠമാകുന്നത്. ഒരു വെല്ലുവിളി മാത്രമല്ല, ഇതൊരു മണിപ്പൂരിന്റെ പ്രശ്നം മാത്രമല്ല. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പരസ്പരം അവരുടെ ഹൃദയങ്ങളിലുള്ള അടുപ്പങ്ങളൊക്കെയും നഷ്ടപ്പെട്ടിട്ടാണ് അവരിതുപോലെയുള്ള തീവ്രമായ ഇടപെടലുകളിലേക്കെല്ലാം കടന്നുപോയത്. ക്രിസ്ത്യാനികളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ താമസിച്ച ഇടങ്ങളെ റിസർവ് മേഖലകളായി പ്രഖ്യാപിച്ചു. ഹൈന്ദവ സഹോദരങ്ങളായ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട മണിപ്പൂരിലെ മെയ്ത്തി വിഭാഗത്തിന് താഴ്ന്ന ജാതിക്കാർക്കുള്ള പദവികൾ നൽകിയിട്ട് അവരോട്, മറ്റുള്ളവരോട് മത്സരിക്കാൻ അവരെ പ്രാപ്തമാക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ വിഷയത്തിന്റെ വിശാലതയിലേക്ക് കടന്നു പോവല്ല. ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ കൂടി മറ്റുള്ളവർ തട്ടിയെടുക്കുമോ എന്ന ഭയം പരസ്പരം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വരച്ചേർച്ചകളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിലൂടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന ഈ രക്തച്ചൊരിച്ചിലുകളെല്ലാം നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യരുടെ ഇടയിലെ പരസ്പര വിശ്വാസങ്ങളെ നഷ്ടപ്പെട്ട സമയം, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ അന്തരീക്ഷങ്ങളിലുള്ള സമയം, അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുള്ള സമയം,
ആ സമയത്താണ് നമ്മുടെ ഖൽബിലേക്ക് വേണ്ടത് മഹാന്മാരായ മുൻഗാമികളുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ടത്. പരിശുദ്ധമായ മുഹറം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ ഓർമ്മകളുള്ള മാസമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനത്തിന്റെ മനോഹരമായ ഓർമ്മകളുടെ മാസമാണ്. പരിശുദ്ധമായ ഹിജ്റയുടെ മാസമാണ്. അല്ലാഹുവിന്റെ മാസമാണ് മുഹറം. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങൾ വലിയ ബറക്കത്തുള്ള ദിവസങ്ങളാണ്, ഇജാബത്തുള്ള ദിവസങ്ങളാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞു, ആ പറഞ്ഞ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നിന്നുള്ളതാണ്. ദുആഇന് ഇജാബത്തുള്ള ദിവസങ്ങൾ പരിശുദ്ധമായ മുഹറത്തിന്റെ ആദ്യ ദിവസങ്ങൾ. അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ ദിവസങ്ങളുടെ പ്രാധാന്യമേറുകയാണ്. താസുആഇന്റെ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. നാളെ നമുക്ക് നോമ്പുള്ള ദിവസമാണ്. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുമ്പോ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാര് നോമ്പെടുക്കുന്നത് കാണുന്ന നേരത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? അവര് പറഞ്ഞു, ഇത് വലിയ പ്രത്യേകതയുള്ള ദിവസമാണ്. മുഹറം 10 ഞങ്ങളുടെ മൂസാ പ്രവാചകൻ വിജയിച്ച ദിവസമാണ്. ആ ഓർമ്മകളിൽ ജീവിക്കുന്ന ഞങ്ങൾ ആ ദിവസം നോമ്പെടുത്ത അല്ലാഹുവിനോട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, മൂസാ പ്രവാചകന് നിങ്ങൾക്കുള്ളതിനേക്കാൾ അടുപ്പമുള്ളയാളാണ് ഞാൻ. അതുകൊണ്ട് അടുത്ത കൊല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു വെച്ചു, ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവിടുന്ന് നോമ്പെടുക്കും. ഒരു ദിവസം കൂടി അധികം നോമ്പെടുത്തവരോട് വിയോജിപ്പിനെ പ്രകടിപ്പിക്കുകയാണ്. മുഹറം 9 നമുക്ക് നോമ്പുള്ള ദിവസമാണ്. മുഹറം 10 നോമ്പുള്ള ദിവസമാണ്. അല്ലാഹു ഖബൂലാക്കി തിരുമാറാകട്ടെ. അല്ലാഹു നോമ്പെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അഫ്ളലു സിയാമി ബഅദ റമളാൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് എപ്പോഴാണെന്നറിയോ? അത് മുഹറത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താസുആഇന്റെ പരിശുദ്ധമായ രാവിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയങ്ങൾ നമ്മുടെ മുൻഗാമികൾക്ക് വെച്ച ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, ഹിജ്റ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലെ വലിയ പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ യാത്രയുണ്ടല്ലോ, മനോഹരമായ ഹിജ്റയുടെ ത്യാഗപൂർണമായ ചിന്തകളുള്ള രാത്രിയാണല്ലോ. ഹബീബായ നബി തങ്ങൾ മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മദീനയിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന വഴികളിലൂടെയൊന്നുമല്ല, സാധാരണ ഉപയോഗിക്കുന്ന പാതകളൊന്നുമല്ല, സാധാരണ ജനങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയൊന്നുമല്ല, തികച്ചും വ്യത്യസ്തമായ വഴിയിലൂടെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നത്. വിശാലമായ ചരിത്രം നാം ഏവരും അറിയുന്നതല്ലയോ? ഹബീബായ നബി തങ്ങളും സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ യാത്ര അവസാനിപ്പിക്കുന്ന ആ യാത്രയുടെ ഇടയില് അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖ് തങ്ങളും സൗറിൽ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അവിടെയാണ് വരാനുള്ള കാലങ്ങൾക്ക് മുഴുവനും ഊർജം നൽകുന്ന പാഠങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്, തങ്ങളിരിക്കുന്ന ഗുഹയുടെ മുഖത്തതാ ചില മനുഷ്യരുടെ പാദങ്ങൾ, ചില ആളുകൾ തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവരുടെ പാദങ്ങളുടെ ശബ്ദം കേൾക്കുകയാണ്, അവരുടെ പാദങ്ങൾ പതിയുന്നത് കാണുകയാണ്. അപ്പോഴാണ് നബി തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഈ കാണുന്ന മനുഷ്യരുണ്ടല്ലോ, മക്കയിലെ വെറി പിടിച്ച ഖുറൈശികളുടെ നടുത്തളത്തിൽ നിന്ന് ഇനാമുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മെ കൊല്ലാൻ വാളുമായി വന്നു നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഗുഹാമുഖത്ത് നമ്മൾ കാണുന്നത് ആരൊക്കെയാണ്? ഉമയ്യത്ത് ബിൻ ഖലഫിനെ കാണുന്നുണ്ടല്ലോ, വാൾ തലപ്പുകൾ കാണുന്നുണ്ടല്ലോ, ശത്രുക്കളെ കാണുന്നുണ്ടല്ലോ. അതേ യാ റസൂലല്ലാഹ്, അകത്തേക്ക് കയറാനുള്ള ഒരു വാതിൽ, ആ വാതിലല്ലാതെ പുറത്തേക്ക് പോകാനൊരു വഴിയുമില്ലല്ലോ. എങ്ങോട്ട് പോകുമെന്ന് നമ്മൾക്കറിയുകയില്ലല്ലോ. ഈ വഴിത്താരയുടെ നടുത്തളത്തിലൂടെ തിരികെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ശത്രുക്കളായ ആളുകൾ അവിടെ കാത്തിരിപ്പുണ്ടല്ലോ. യാ റസൂലല്ലാഹ്, മക്കയിൽ നിന്ന് വാളുമേന്തി നമ്മെ കൊല്ലാൻ വന്ന മനുഷ്യർ അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അവരുടെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ നമ്മൾ അവിടെ ഒരുപാട് അനുഭവിച്ചതാണല്ലോ. അവരുടെ ക്രൂരമായ പൈശാചികമായ ഉപദ്രവങ്ങളുടെ നടുത്തളത്തിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോ ഈ ഗുഹാമുഖത്തിന്റെ മുമ്പിലും നമ്മൾ അവരെ കാണുകയാണല്ലോ. ഈ ഭീഷണികളെ നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് പ്രതിരോധിക്കുക? പറഞ്ഞു തരുമോ? പറഞ്ഞു തരാമോ? ആരാണ് ചോദിക്കുന്നതെന്നറിയോ? ഹബീബായ നബി തങ്ങളെ പാതിരാവിൽ അവരുടെ വാതിൽ മുട്ടുകയാണ്. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, വരൂ, ഹിജ്റയ്ക്ക് വരൂ, ദുനിയാവിലെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു വരൂ, ദുനിയാവിന്റെ എല്ലാ മഹിമകളും ഉപേക്ഷിച്ചു വരൂ, മക്കയിലുള്ള എല്ലാ സ്ഥാനങ്ങളും ഉപേക്ഷിച്ചു വരൂ, റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനായി വരൂ. ആ പാതിരാവിൽ ഇറങ്ങി വരികയാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പാതിരാവിൽ അവരനുഭവിച്ച ത്യാഗത്തിന്റെ ചരിത്രം എത്ര മനോഹരമായ ചരിത്രമാണ്. പാതിരാവിൽ നബി തങ്ങളുടെ കൂടെ അവര് നടന്നു പോകുമ്പോ അവര് പറഞ്ഞു, ഒന്ന് നിൽക്കുമോ, ഒന്ന് നിൽക്കുമോ, ഞാൻ അല്പം മുന്നോട്ട് നടന്നു പോയി വരാം നബിയെ. അവിടെ എവിടെയെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്നറിയാമല്ലോ, അവിടെ ആരെങ്കിലും നമ്മെ പതിയിരിക്കുന്നുണ്ടോ എന്നറിയാമല്ലോ, അവിടെ ആരെങ്കിലും നമ്മെ ഇല്ലായ്മ ചെയ്യാൻ കോപ്പുകൂട്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാമല്ലോ. കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുമ്പോഴും പറയും, ഒന്ന് നിൽക്കുമോ, പിന്നിലേക്ക് പോയി ഞാനൊന്ന് നോക്കി വരാം, പിന്നിലേക്ക് പോയി ഞാനൊന്ന് നോക്കി വരാം, അവിടെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കി വരാം. വലിയ മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്ന നേരത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാലുകൾ പതിയുന്ന സ്ഥലത്ത് മുള്ളുകളുണ്ട്, ഞാൻ എന്റെ കൈകൾ കൊണ്ടതങ്ങ് പറിച്ചു മാറ്റിത്തരാം. ഒരിക്കലും പിടിച്ചാൽ പിടിമാറാത്ത തരത്തില് ബലപ്പെട്ട പാറകളുള്ള ഇടത്തെത്തിയ നേരത്ത് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങന്റെ മുതുകിലേക്ക് കയറുമോ, ഞാൻ ഈ സ്ഥലമങ്ങ് കടത്തിത്തരാം. അതുല്യമായ പ്രണയത്തിന്റെ, അതുല്യമായ പ്രേമത്തിന്റെ പ്രവാചകരോടുള്ള പിരിശത്തിന്റെ പേരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളെ എന്റെ തോളിലേക്ക് കയറുമോ?
അവിടുത്തേക്കാൾ 2 വയസ്സ് മാത്രം പ്രായക്കുറവുള്ളയാൾ അങ്ങയുടെ പാദം പതിയുന്ന സ്ഥലത്ത് കൂർത്ത മുള്ളുകളുള്ള കല്ലുകളുള്ള സ്ഥലത്തുകൂടി അങ്ങ് നടക്കുമ്പോ അങ്ങയുടെ പാദത്തിൽ മുള്ളുകൊണ്ടാലോ അങ്ങയുടെ പാദത്തിൽ കല്ലു തറച്ചാലോ അങ്ങന്റെ മുതുകിലേക്ക് കയറുമോ? റസൂലുള്ളാഹിനെ തോളത്തെടുത്ത് ഹിജറയുടെ രാത്രിയിൽ നടന്ന പേരാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരാണ് ചോദിക്കുന്നതിന് എങ്ങോട്ടാണ്, എങ്ങനെയാണ്, പ്രതിരോധം എവിടെയാണ്? ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനുമുള്ള പാഠം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാഠമാണ് നമ്മുടെ ഖൽബിൽ ഉണ്ടാകേണ്ടത്. 4 പാടും വളഞ്ഞു നിന്ന ഗാറ് സൗറിന്റെ നടുവിൽ നിന്ന്, സൗർ എന്ന ഗുഹയുടെ നടുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പാഠം ഏക സിവിൽ കോഡ് കാലത്തെ പ്രിയപ്പെട്ട മോമിനെ നിന്റെ ഖൽബിൽ ഉണ്ടാകണേ. ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. وثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. പേടിക്കണ്ട പേടിക്കണ്ടെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സർവൈവ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലം, കണ്ണിൽ പെട്ടുപോയാൽ ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടില്ല എന്നുറപ്പുള്ള ഇടം, 2 മലയടിവാരത്തിന്റെ താഴ്വാരത്തെ ഗുഹാമുഖത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സമയം. ആ സമയത്തും ശത്രുക്കളുടെ പാദങ്ങൾ, വാളുകൾ കാണുന്ന നേരത്തും പറഞ്ഞു പേടിക്കേണ്ടതില്ല, അല്ലാഹു കൂടെയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൂടെയുണ്ടെങ്കിൽ എന്തു പേടിക്കാൻ? എല്ലാ കാലത്തുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ട ചിന്തയാണ്. അതുകൊണ്ടാണ് ഹിജ്റ കലണ്ടർ, ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഖൽബുകളിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ പ്രയാണത്തിന്റെ ചരിത്രം ഓടി വരുന്നത്. ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാമിനെല്ലാം ഉണ്ടായത്. ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാമിന് മദീന ഉണ്ടായത്. ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാം ലോകത്തെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലേക്ക് വ്യാപിച്ചത്. അബൂജഹലുമാരൂതിക്കെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ആശയമാണ് ഇന്ന് ലോകതലത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും പരന്നൊഴുകിയത്. അതിനെ പിടിച്ചുകെട്ടാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം, ആ പാഠം അല്ലാഹു കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നമ്മുടെ പ്രശ്നം എന്താണ്? അല്ലാഹു കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണ്ട. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പതിയെ പരിശുദ്ധമായ ദീൻ പടിയിറങ്ങുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും വിചാരങ്ങളും നമ്മിൽ നിന്ന് നഷ്ടമാകുന്ന കാഴ്ചയാണ്. നമ്മുടെ മുന്നിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോ ഈമാനിലേക്ക് തിരിഞ്ഞു നടന്നാലല്ലാതെ നമുക്ക് അതിനെ തരണം ചെയ്തു പോകാൻ കഴിയില്ല. വഹ്ഫദില്ലാഹ് യഹ്ഫദുക ഇബ്നു അബ്ബാസ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹു നിങ്ങളെയും സൂക്ഷിക്കുമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരങ്ങളെ, ഓർമ്മകളെ നമ്മുടെ ഖൽബിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പടിയിറക്കി കളഞ്ഞിട്ട് നാം എവിടെയോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇന്ന് പരിശുദ്ധമായ ഇസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ അധികപ്പറ്റായി കാണുന്ന ഒരു കാലമാണ്. കുറച്ച് മതനിയമങ്ങൾ അനുസരിക്കാൻ പറ്റും, ബാക്കി കുറച്ച് അനുസരിക്കാൻ പറ്റില്ല. അങ്ങനൊക്കെ ചിന്തിക്കുന്ന മോഡേൺ മുസ്ലിങ്ങളുണ്ട്. കുറച്ച് ഞങ്ങൾക്ക് പറ്റും, കുറച്ച് പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഏക സിവിൽ കോഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഏക സിവിൽ കോഡ് പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ പല ആളുകളും പറഞ്ഞു വെക്കുന്നത് ഏക സിവിൽ കോഡ് നടപ്പാക്കണം, മുസ്ലിങ്ങൾ അതിനെതിരെ വാദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് നിയമം വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധമൊക്കെ നടത്തുന്നതെന്നാണ്. നമ്മളിൽപ്പെട്ട പല ആളുകൾക്ക് പോലും ഈ സംഭവം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലായിട്ടില്ല.
ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ താമസിക്കുന്നുണ്ട്. 6400-ലേറെ ജാതികളുണ്ട് ഇന്ത്യയിൽ. പ്രധാനപ്പെട്ട പല മതങ്ങളുമുണ്ട്. ഓരോ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ മതനിയമാനുസരണം അനുഷ്ഠിക്കാനും ആചരിക്കാനും നമ്മുടെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം, വഖഫ്, അനന്തരാവകാശം തുടങ്ങിയ 7 വിഷയങ്ങളിൽ അവരുടെ മതനിയമം അനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള അവകാശമുണ്ട്. രണ്ടുപേര് തമ്മിൽ പ്രശ്നം ഉണ്ടായി, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരാളിവിടെ ട്രാഫിക് നിയമം ലംഘിച്ചാൽ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു നിയമം, ഹിന്ദു ആയതുകൊണ്ട് വേറൊരു നിയമം. അങ്ങനെയല്ല, അതിന് പ്രത്യേക നിയമമുണ്ട്. ക്രിമിനൽ ലോ, CRPC എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും പാഴ്സിക്കാണെങ്കിലും ജൂതനാണെങ്കിലും ജൈനനാണെങ്കിലും എല്ലാം ഒരുപോലെ. എന്നാൽ അവരവരുടെ മതനിയമങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണം വിവാഹം മതത്തിന്റെ ഉള്ളിലുള്ളതാണ്. വധുവും വരനും വരന്റെ വാപ്പ, വധുവിന്റെ വാപ്പ, സാക്ഷികൾ ഇവരെല്ലാവരും ഒരുമിച്ചുകൂടി. നമ്മളെല്ലാവരും എപ്പോഴും വിവാഹ സദസ്സുകളിലൊക്കെ കേൾക്കുന്ന ചില വചനങ്ങളുണ്ട്. വധുവിന്റെ പിതാവ് വരന്റെ കൈകളിലേക്ക് തന്റെ മകളെ ഉത്തരവാദിത്തത്തോടുകൂടി പിടിച്ചേൽപ്പിച്ച് അതിന് ആളുകൾ സാക്ഷിയാകുന്ന മനോഹരമായ ഒരു ചടങ്ങ്. നമ്മുടെ പള്ളിയിൽ നിന്നൊരു ലെറ്റർ കൊടുത്താൽ ഇന്നത് എവിടെയും നമ്മുടെ കോടതികളിൽ മറ്റെവിടെങ്കിലും ഒക്കെ ആ ലെറ്ററുകൾ കൊണ്ടുപോയാൽ അത് നിയമസാധുത ഉള്ളതാണ്. അതിന് നിയമസാധുതയുണ്ട്. കാരണം നമ്മുടെ പള്ളിയിൽ നമ്മുടെ ചിട്ടകൾക്കനുസരിച്ച് ഇസ്ലാമിക് ലോ അനുസരിച്ച് നടന്നതാണ് അത്. ആ ചടങ്ങിന് നമ്മുടെ നാട്ടിലെ കോടതികളിൽ നിലനിൽപ്പുണ്ട്. അതുപോലെ തന്നെയാണ് അനന്തരാവകാശം പറയുന്ന സമയത്ത് എന്റെ കുട്ടിക്ക് എന്റെ സ്വത്തിൽ എത്രയാണ് കൊടുക്കേണ്ടത്, ഇസ്ലാമിക നിയമം അനുസരിച്ച് ചിന്തിക്കാനും ചെയ്യാനും ക്രയവിക്രയം ചെയ്യാനും അവകാശമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ അറിയണം. മനോഹരമായ നിയമങ്ങളാണ് ഇസ്ലാം പറഞ്ഞു വെച്ചത്. ഇങ്ങനെ 7 കാര്യങ്ങൾ, വിവാഹം, വിവാഹമോചനം, വഖഫ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയും മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലോ അനുസരിച്ച്, പേഴ്സണൽ ലോ അനുസരിച്ച് അവരുടെ കാര്യങ്ങളെ ചിട്ടപ്പെടുത്താൻ അവകാശമുണ്ട്. ഇതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഹിന്ദു കോഡുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ കോഡുണ്ട്. വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ കോഡുകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും ഒരൊറ്റ നിയമം കൊണ്ടുവരിക, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ചിന്ത. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ശരിക്കും ഇസ്ലാമിക നിയമങ്ങളെ പൊളിച്ചു കളയാൻ തന്നെയാണ്. ഇന്നുവരെയും ഇസ്ലാമിക് ലോ അനുസരിച്ച് ജീവിച്ച, അല്ലെങ്കിൽ പേഴ്സണൽ ലോ മുസ്ലിം കോഡ് അനുസരിച്ച് ജീവിച്ച, ഹിന്ദു കോഡ് അനുസരിച്ച് ജീവിച്ച, ക്രിസ്ത്യൻ കോഡ് അനുസരിച്ച് ജീവിച്ച വിശ്വാസികളെ കൊണ്ട് ഈ രാജ്യത്ത് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹിന്ദുക്കൾ അവരവരുടെ കോഡ് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളായ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ കോഡ് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ക്രൈസ്തവരായ ആളുകൾ അവരുടെ കോഡ് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് മറ്റു മതവിഭാഗങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അപ്പോഴോ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ തകർത്തു കളഞ്ഞിട്ട് അതിന്റെ മറവിലൂടെ ഇസ്ലാമിക നിയമങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന ചില ആളുകളുടെ ദിവാസ്വപ്നമാണ് ഏക സിവിൽ കോഡിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ചർച്ചകളിലൂടെ പുറത്തു വരുന്നത്. നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്ലാമിന്റെ അനന്തരാവകാശം എല്ലാ സമയത്തും ചർച്ച ചെയ്യുന്ന, പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് തന്നെ എത്ര ആളുകൾക്കാണ് അറിയാവുന്നത്? മുസ്ലിമീങ്ങളുടെ അനന്തരാവകാശ നിയമം, വാപ്പ മരിച്ചാൽ മക്കൾക്ക് എത്ര സ്വത്ത് കൊടുക്കണമെന്ന നിയമം, ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് ലോ, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എത്ര ആളുകൾക്കാണ് അറിയാവുന്നത്? അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കണം എന്ന് പറയുന്നത്. നമ്മൾ മുസ്ലിമാന്ന് പറയാ, നമ്മൾ ആകെ പണി എന്താ? മുസ്ലിമാന്ന് പറയട്ടെ, എവിടെങ്കിലും എന്തെങ്കിലും സംഭവം വാട്സപ്പിൽ അയക്കുക, ഖുലു തക്ബീർ, അല്ലാഹു അക്ബർ, കഴിഞ്ഞു. നമുക്ക് പരിശുദ്ധമായ ദീനിനെ പഠിക്കാൻ, പുതിയ പുതിയ വിഷയങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ മതം, യുസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ,
പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ കാലത്ത് അള്ളാഹുവിന്റെ മതത്തിന്റെ ദൃഢതയെ മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ. ഹബീബായ നബി തങ്ങളുടെ ജീവിതക്രമങ്ങളെ പഠിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മുൻഗാമികളുടെ ജീവിത മാർഗങ്ങളെ പകർത്തേണ്ടവരാണ് നമ്മൾ. പരിശുദ്ധ ഇസ്ലാം ഒരാൾക്കും അതിൽ കൈകടത്താൻ അവകാശമുള്ള മതമല്ല. ഒരാൾക്കും നിയമങ്ങളെ മാറ്റിമറിക്കാൻ അവകാശമുള്ള മതമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്ത് ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചു പഠിപ്പിച്ചു കാണിച്ചു തരുകയാണ്. മരിച്ചുപോയ ആളുകളുടെ സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും അവകാശമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. ആൺമക്കൾക്ക് അവകാശമുണ്ട്, പെൺമക്കൾക്ക് അവകാശമുണ്ട്. വീതിക്കുന്ന സ്ഥലത്ത് 1-2 സാങ്കേതികമായ വിഷയങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ വിശാലമായ ആ വിഷയത്തിലൂടെ കടന്നു പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ പെണ്ണിനും ആണിനും അനന്തരാവകാശമുണ്ട് എന്ന് പറഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ 1850കളിലാണ് പെണ്ണിന് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിലോ ഭർത്താവിന്റെ സ്വത്തിലോ അവകാശം ഉണ്ടായത്. നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളുടെ സ്വത്തിൽ അവകാശം ഉണ്ടായത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവകാശങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു. ആണിനുള്ള ഓഹരി പെണ്ണിനേക്കാൾ ഒരല്പം കൂടുതലാണ്. എന്തുകൊണ്ട്? ചെലവഴിക്കാൻ ഉത്തരവാദിത്തമുള്ളതാണിനാണ്. വാപ്പ മരിച്ചുപോയി. മകനും മകൾക്കും സ്വത്ത് ഭാഗിക്കുമ്പോ തുല്യമായിട്ടല്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മാന്റെ ഉത്തരവാദിത്തം ഉള്ളത് മകനാണ്. ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം, സഹോദരിയുടെ വിവാഹം നടത്തേണ്ടത് മകനാണ്. അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത്, ചെലവ് നടത്തേണ്ടത്, വിവാഹം കഴിച്ചാൽ ഭാര്യയുടെ ചെലവ് വഹിക്കേണ്ടത്, ഇതെല്ലാം പുരുഷനാണ് ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് യൂസികുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദഖരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ഉത്തരവാദിത്തവും ചെലവും ഏൽപ്പിക്കപ്പെട്ടയാളിനൊരു ഓഹരി കൂടുതൽ. ഉത്തരവാദിത്തവും ചെലവും ഏൽപ്പിക്കപ്പെട്ട ആളിനൊരു ഓഹരി കൂടുതൽ. അങ്ങനെയല്ലേ? അതാണ് നീതി, അതാണ് ന്യായം, അതാണ് യുക്തി, അതാണ് ബുദ്ധി, പരിശുദ്ധമായ ഇസ്ലാം. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും പാപ്പ മരിച്ചാൽ സമ്പത്ത് വീതിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ദീൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറ്. വാപ്പ മരിച്ചുപോയി, വാപ്പയ്ക്ക് ഹജ്ജ് ചെയ്യാനുള്ള ആസ്തി ഉണ്ടായിരുന്നു. വാപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കണം മക്കള്. വർഷങ്ങളോളം വാപ്പ രോഗിയായി കിടന്നിട്ട് മരിച്ചുപോയി. വർഷങ്ങളോളം പരിശുദ്ധമായ റമദാനിലെ നോമ്പെടുത്തിട്ടില്ല. വാപ്പന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോ ആ നോമ്പിന്റെ പ്രായച്ചിത്തത്തെ കണക്കാക്കി കൊടുക്കാൻ മക്കള് തയ്യാറാകണം. അതിനുശേഷം വാപ്പയുടെ സ്വത്തിനെ ഭാഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ പരിശുദ്ധ ദീനിന്റെ ചിട്ടകളെ പഠിപ്പിക്കുക. ദീൻ നമ്മിൽ നിന്ന് നഷ്ടമായാൽ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെ ഉണ്ടാകും. ആ കൂടെയുള്ള കാലത്ത് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. പരിശുദ്ധ ദീനിന്റെ വിചാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടമായാൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരികയും അദാബിനെ ഭയപ്പെടേണ്ടി വരികയും ചെയ്യുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം ഈമാനികമായി മുന്നേറിയാലല്ലാതെ ഈമാനില്ലാതെ ഒരു പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഹിജ്റയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലൊരു മനുഷ്യനെ കാണാം. സയ്യിദുനാ സുഹൈബ് ഇബ്നു സിനാൻ. മക്കയിലെ രത്നവ്യാപാരിയായ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോ ഞാനാണ് ലോകത്തെ അവസാനത്തെ പ്രവാചകരെന്നും പ്രവാചകത്വ പദവിയുള്ളവരാണെന്നും അവതരിപ്പിച്ചപ്പോ ആ വിശ്വാസം ഏറ്റെടുത്ത നേതാവാണ് സയ്യിദുനാ സുഹൈബ്. സയ്യിദുനാ സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ മദീനയിൽ നിന്ന് ഹിജ്റ പോയത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം മക്കയിൽ ചില ആളുകൾ അവശേഷിച്ചിരുന്നു. അവരിൽപ്പെട്ട സ്വഹാബിയാണ് സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു. മഹാനരായ സുഹൈബ് എന്തുകൊണ്ടാണ് ഹിജ്റ പോകാതിരുന്നത്? മഹാനവറുകളുടെ കൈകളിൽ വില പിടിച്ച രത്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ അരികിലേക്ക് നിങ്ങൾ ഈ മദീനയിലേക്ക് പോകുന്ന നേരത്ത് ഉപേക്ഷിച്ചു പോകാൻ പോകുന്നത് ഏത് പദവിയാണെന്നറിയോ? മക്കയുടെ താഴ്വാരങ്ങളിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അബിസീനിയയിൽ നിന്ന്, ഷാമിൽ നിന്ന് വന്നു ചേർന്ന കച്ചവടക്കാരുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ട്. പക്ഷേ സുഹൈബ്, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാളെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, നിങ്ങളെപ്പോലെ തന്ത്രശാലിയായ ഒരാളെ ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ മക്കയിലെ ഏറ്റവും സമ്പന്നനാണ് നിങ്ങൾ. മക്കയിലെ ഏറ്റവും സമ്പത്ത് നിങ്ങളുടെ കൈകളിലുള്ള കല്ലുകളാണ്, നിങ്ങളുടെ കൈകളിലുള്ള വജ്രങ്ങളാണ്. നിങ്ങളുടെ ഈ സ്വത്ത് മുഴുവനും നിങ്ങൾ മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ്. ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വലിയ വിലാസമുണ്ട്, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു പണക്കാരനാണ്. സുഹൈബ് മദീനയിലേക്ക് പോകുമ്പോ ഒന്നുകൂടി ആലോചിച്ചുകൂടെ സുഹൈബ്? സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, കഴിയൂല. നിങ്ങൾ ഈ പറയുന്ന പദവികളൊന്നും എന്റെ റസൂലിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്തുന്നില്ല. ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. എനിക്ക് മദീന മതി, എനിക്ക് മദീന മതി. എനിക്ക് റസൂലുള്ളാഹിന്റെ അരികിലൊന്ന് എത്തിയാൽ മതി, ആ നേതാവിന്റെ അരികിലൊന്ന് എത്തിയാൽ മതി. मैं मदीने चला, मैं मदीने चला, फिर करम हो गया, मैं मदीने चला. പാതില 14 പോലെ ചിരിതൂകുന്ന എന്റെ റസൂലിന്റെ മുഖം കണ്ടിട്ട് എത്രയോ ദിവസമായി. എനിക്ക് ആ റസൂലിന്റെ അരികിലെത്തിയാൽ മതി. സയ്യിദുനാ സുഹൈബ് മക്കയിലെ പണക്കാരനായ സുഹൈബിനെ പിടിച്ചു നിർത്തിയിട്ട് മക്കയിലെ മല്ലന്മാര് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുത്തെ പദവികൾ വേണ്ടെങ്കിൽ പൊയ്ക്കോ, നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ ഉപേക്ഷിച്ചോ. പക്ഷേ സുഹൈബ്, നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ കഴിഞ്ഞുകൂടിയത് മക്കയിലാണ്, കച്ചവടം ചെയ്തതും മക്കയിലാണ്, വ്യാപാരം നടത്തിയതും മക്കയിലാണ്. ഇപ്പൊ നിങ്ങളുടെ കൈകളിൽ എത്രയോ വിലപിടിപ്പുള്ള വജ്രങ്ങളുണ്ട്, എത്രയോ വിലപിടിപ്പുള്ള പലതുമുണ്ട്. ഓ സുഹൈബ്, മദീനയുടെ അതിർത്തിയിലേക്ക് നിങ്ങൾ പോകുന്ന നേരത്ത് സുഹൈബ്, നിങ്ങളുടെ കൈകളിൽ ഇതിൽ കൊണ്ട് നിങ്ങൾക്ക് പോകാമെന്ന് കരുതണ്ട. ഒരു പുരുഷായുസ് മുഴുവനും നിങ്ങൾ അധ്വാനിച്ചത് ഞങ്ങൾക്ക് തരാമെങ്കിൽ മദീനയിലേക്ക് പോയിക്കോ, മദീനയിലേക്ക് പോയിക്കോ. ഈ കഴിഞ്ഞ കാലം മുഴുവനും നിങ്ങൾ അധ്വാനിച്ചത് മുഴുവനും മക്കയിൽ ഇറക്കി വെച്ചിട്ട് പോയിക്കോ. നിങ്ങളുടെ വജ്രങ്ങൾ തരൂ, നിങ്ങളുടെ കൈകളിലുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ തരൂ, നിങ്ങളുടെ കൈകളിലുള്ള മുത്തുകൾ തരൂ, നിങ്ങളുടെ കൈകളിലുള്ള പവിഴങ്ങൾ തരൂ, നിങ്ങളുടെ കൈകളിലുള്ള വിലപിടിപ്പുള്ളതെല്ലാം ഞങ്ങൾക്ക് തരൂ. നിങ്ങൾ അധ്വാനിച്ച് നേടിയ വീട് തരൂ, നിങ്ങൾ അധ്വാനിച്ച് വാങ്ങിക്കൂട്ടിയതെല്ലാം ഞങ്ങൾക്ക് തരൂ. മഹാനരായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട്
അതാ പാതിരാവിലെ മക്ക പറയുകയാണ്, മക്കയിലെ മല്ലന്മാര് ബാർഗെയിൻ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇസ്ലാമാണോ വേണ്ടത് പോയിക്കോ, പക്ഷേ കൂടെ കൊണ്ടുപോകാൻ ഈ സൗഭാഗ്യങ്ങൾ ഉണ്ടാകില്ല സുഹൈബ്, നിങ്ങളുടെ ഉടയാടകൾ ഉണ്ടാകില്ല സുഹൈബ്, നിങ്ങളുടെ കൈകളിലുള്ള ഒന്നുമൊന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകില്ല സുഹൈബ്. സയ്യിദുനാ സുഹൈബ് ഇബ്നു സിനാൻ മക്കയുടെ താഴ്വാരത്ത് തന്റെ വജ്രക്കല്ലുകൾ വെച്ചു, പവിഴങ്ങളെ വെച്ചു, തന്റെ കൈകളിലുള്ളതെല്ലാം വെച്ചു, തന്റെ സമ്പത്തുകളെ വെച്ചു, ഉടയാടകൾ അഴിച്ചു വെച്ചു. എനിക്ക് മതി വഹുവൽ കാഫി വഹുവൽ കാഫി, എനിക്ക് അല്ലാഹു മതി, അല്ലാഹു മതി, അല്ലാഹു മതി. ഞാൻ ഈ നേടിയതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല, എന്റെ എല്ലാം ഇവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ്, എന്റെതെല്ലാം എന്റെ ദീനിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. എനിക്ക് സമ്പത്തല്ല, എനിക്ക് സൗഭാഗ്യങ്ങളല്ല, എനിക്ക് വേണ്ടത് പേരല്ല, പെരുമയല്ല, മക്കയിലെ പേരുകേട്ട പണക്കാരനെന്ന തറവാടിത്തത്തിന്റെ ആഢ്യത്വത്തിന്റെ പേരൊന്നും വേണ്ട. എനിക്ക് വേണ്ടതോ മദീനയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ജീവിതമാണ്. എനിക്ക് വേണ്ടത് അല്ലാഹുവിനെയാണ്. എല്ലാം അവർക്ക് നൽകിയിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നു. ദൂരെ ഒരാളുടെ രൂപം കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് നടന്നു വരുന്നത്? കീറിപ്പറിഞ്ഞ വേഷമാണ്, മുഷിഞ്ഞൊട്ടിയ വേഷമാണ്. ആ മനുഷ്യൻ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം. ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളുകളായിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ട് എത്രയോ സമയമായിട്ടുണ്ട്. മരുഭൂമിയിലൂടെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമിട്ട് ഹിജറ വന്ന മനുഷ്യനെ കണ്ട മദീന ഞെട്ടി. ഈ മനുഷ്യനാരാണ്? ഈ മനുഷ്യനാരാണ്? ഈ മനുഷ്യനല്ലയോ മക്കയിലെ പണക്കാരനായ സുഹൈബ്? ഈ മനുഷ്യനല്ലയോ മക്കയിലെ രത്നവ്യാപാരിയായ സുഹൈബ്? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന്, കണ്ടടങ്ങളിൽ നിന്ന് മിഴിനീരിറ്റു വീഴുകയാണ് സുഹൈബ്. എല്ലാം എറിഞ്ഞു വന്ന സുഹൈബിന് ഹബീബായ നബി തങ്ങളങ്ങ് വാരിപ്പുണരുമ്പോഴോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളുടെ അരികിൽ ഒരു പണക്കാരൻ തന്റെ എല്ലാ ആഢ്യത്വങ്ങളും വലിച്ചെറിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സമ്പന്നനായ മനുഷ്യന്റെ അരികിൽ അല്ലാഹുവിന്റെ കലാം അവതരിക്കുകയാണ്. വമിനൻ الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അല്ലാഹുവിലേക്ക് ഹിജറ വന്ന ചില ആളുകളുണ്ട്, അവരോ മയ്യശ്രി നഫ്സഹു ബിത്തിഗാഅ മർദാത്തില്ലാഹ്, റബ്ബിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അവരവരെ തന്നെ വിറ്റുകളഞ്ഞവരാണ്. അവരെ തന്നെ അവരങ്ങ് വിറ്റുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പാദ്യങ്ങളെ അവരങ്ങ് വിറ്റുകളഞ്ഞു. അവരുടെതെല്ലാം റബ്ബിന് വേണ്ടി അവരുപേക്ഷിച്ചു കളഞ്ഞു. അവർ അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ചില ആളുകളുണ്ടെന്ന് അല്ലാഹു പ്രകീർത്തിക്കുകയാണ്. സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ.
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇതുപോലെ ഒഴിഞ്ഞു വെച്ച എത്രയോ മഹത്തുക്കളുണ്ട്. ജീവിതകാലം മുഴുവനും അവര് ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ വക്താക്കളായി ഭൂമി ലോകത്ത് കഴിഞ്ഞുപോയവരാണ്. അവരെത്രയോ മഹോന്നതരാണ്. അവരുടെ ജീവിതം എത്രയോ ഔന്നിത്യമുള്ള ജീവിതമാണ്. ബഹുമാനപ്പെട്ട പതിയാങ്കര ഉസ്താദ് നമ്മുടെ ഇടയിൽ എത്രയോ കാലം ജീവിച്ചവരാണ്. അവരിവിടെ മതസ്പർദ്ധയുണ്ടാക്കിയവരല്ല, മനുഷ്യനെ തമ്മിൽ തല്ലിച്ചവരല്ല, മനുഷ്യന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരല്ല, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചവരാണ്. അവരിവിടുത്തെ പള്ളി മെഹ്റാബിലെ ഇമാമാണെന്നറിയുമ്പോഴും ഈ നാട്ടിലെ ആ ബാലവൃത്തം ജനങ്ങളും വന്ന് അവരുടെ ഖബറിന്റെ അരികിലെത്തുകയാണ്. ആ പാഠമേത് പാഠമാണ്? പരിശുദ്ധ ഇസ്ലാം മുൻഗാമികളിലൂടെ നമ്മൾക്ക് പകർന്ന പാഠമാണ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറുണ്ട് അജ്മീറില്. ആ ദർബാറിലേക്ക് ഓടി വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളുണ്ട്, പാഴ്സികളുണ്ട്, ജൈനരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഖാജാ മേരെ ഖാജാ. അജ്മീറിലെ ദർബാറിന്റെ താഴ്വാരത്ത് അക്ബർ ചക്രവർത്തി തന്റെ ചെരുപ്പുകൾ അഴിച്ചു വെച്ച് പാടിയ ദർബാറിൽ ഇന്നും 10,000 വന്ന് കരഞ്ഞു പാട്ടുപാടുന്നുണ്ട്. അവരുടെ ആവലാദികൾ പറയുന്നുണ്ട്. അവർക്കറിയാം ഈ മറപ്പെട്ട് കിടക്കുന്നത് മുസ്ലിമാണെന്ന്. അവർക്കറിയാം ഈ മറപ്പെട്ട് കിടക്കുന്നത് മുസ്ലിങ്ങളുടെ നായകനാണെന്ന്. ഒരു തുള്ളി ചോര വീഴ്ത്താതെ 96 ലക്ഷം മനുഷ്യരുടെ കൽബിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊടുത്ത മഹാനരായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയെ പോലെ, അമ്പുറത്തെ തങ്ങളെ പോലെ മഹാരഥന്മാരായ മുൻഗാമികളാണ് മുസ്ലിമീങ്ങളുടെ മുന്നേ നടന്നത്. അതുകൊണ്ട് അവരുടെ പിൻഗാമികൾക്ക് തീവ്രവാദം, ഭീകരവാദം, വിദണ്ഡവാദം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉഗ്രവാദത്തെ കൂട്ടുപിടിച്ച് മതം വളർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ്. മസാറുകൾ, ഇന്ത്യ രാജ്യത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാരഥന്മാരുടെ മഖ്ബറകൾ നമ്മളോട് പറഞ്ഞു തരും. ഒരു തുള്ളി ചോര വീഴാതെ 96 ലക്ഷം മനുഷ്യർക്ക് ഹിദായത്ത് കൊടുത്ത നേതാവുണ്ട് ഇവിടെ. ആ മനുഷ്യനുണ്ട് ഒരു ഭാഗത്ത്. ആ മനുഷ്യന്റെ അനുയായികൾക്ക് തീവ്രവാദത്തെ കൂട്ടുപിടിക്കണ്ട. ആ മനുഷ്യന്റെ അനുയായികൾക്ക് ലവ് ജിഹാദ് വേണ്ട. അപ്പൊ അങ്ങനൊക്കെ ഉണ്ട്. മുസ്ലിങ്ങളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ പ്രേമിക്കുന്നു, അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ കോൺസെപ്റ്റുകളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഒരാളെ മതം മാറ്റേണ്ട ആവശ്യം ഇസ്ലാമിനുണ്ടോ? ഉണ്ടോ? ഇല്ല. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു വന്ന കേരളം, അവര് വന്നു, അവർ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. അങ്ങനെയുണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ ഒരു പെൺകുട്ടി മുസ്ലിമായ ഒരു കുട്ടിയെ, ഒരു ചെറുപ്പക്കാരനെ, മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ ഒരു മറ്റു മതത്തിലെ പെൺകുട്ടിയെ പ്രേമിച്ചു കൊണ്ടുവന്നാൽ അതിന് ലവ് ജിഹാദ് എന്നൊരു പേര്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് ഔട്ട് ഗോയിങ്ങിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അത്രയാ നടക്കുന്നത്. എത്രയോ വീടുകളിൽ നിന്നാണ് ഇന്ന് പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്. അതിന് പ്രത്യേകിച്ചില്ല. അത് പവിത്രമായ പ്രണയം. അങ്ങനെയാണ്. അത് പവിത്രമായ പ്രണയം. ചില ഭയങ്കര രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. വിപ്ലവകാരികൾ എന്ന് പറയുന്ന ചില മനുഷ്യര് ഇസ്ലാമിൽ നിന്നൊക്കെ പോയ കുട്ടികളെ അന്യമതസ്ഥരുടെ ആരാധനാലയത്തിൽ താലി കെട്ടിയിട്ട് അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എഴുതും. എന്താ എഴുതുന്നത്? മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് വിപ്ലവാത്മകമായ ഒരു പ്രണയം സാധ്യമായിരിക്കുന്നു. അപ്പൊ ഇസ്ലാമിന്റെ ഇങ്ങോട്ട് വന്നാൽ അങ്ങനെയാണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഇസ്ലാമിലേക്ക് ഒരു പെൺകുട്ടിയെ മതം മാറ്റി പ്രേമിച്ചു കൊണ്ടുവന്നാൽ അതിനെന്തോ പ്രത്യേക കൂലിയാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനൊന്നും അല്ല. പരിശുദ്ധ ഇസ്ലാം വളർന്നത് സ്വാത്വികന്മാരായ മുൻഗാമികളുടെ ജീവിതങ്ങളിലൂടെയാണ്. അത് വളർന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഉദാഹരിച്ചു വെച്ച വലിയ മനുഷ്യന്മാരുടെ ജീവിതങ്ങൾ ജീവിതങ്ങൾ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ ആളുകളുടെ അനുഭവങ്ങളിലൂടെയാണ്. അല്ലാഹുവരുടെ മദദ് നമ്മൾക്ക് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ വീടുകളിലെ മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഒളിച്ചോടി പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ മുസ്ലിം ഉപ്പമാര് തന്നെ ഇന്ന് മക്കളുടെ കാര്യത്തിലൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ മക്കൾക്ക് നല്ല ദീനിയായ ബോധം പകർന്നു നൽകുക, അവർക്ക് പഠിക്കാനുള്ള വലിയ അവസരങ്ങൾ നൽകുക, അള്ളാഹുവിന്റെ മതത്തെ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുക. കാലങ്ങൾക്കനുസരിച്ച്
അവരുടെ ജീവിതത്തിൽ ആത്മീയമായ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നത് ആത്മീയമായ കുറവുകളാണ്. ശുദ്ധമായ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകണം. സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം മഹാനവറുകളെ ഓർക്കുന്ന ദിവസമാണ് ആശൂറ. وإن فرعون لعال في الأرض وإنه لمن المسرفين. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, സയ്യിദുനാ മൂസ കലീമുല്ലാഹി അലൈഹിസ്സലാം അവരനുഭവിച്ച ത്യാഗങ്ങളുടെ ചരിത്രം എത്രയോ വലുതാണ്. അന റബ്ബുകുമുൽ അഅ്ലാ, ഉന്നതനായ സൃഷ്ടാവ് ഞാൻ തന്നെയാണെന്ന് വിളിച്ചു പറഞ്ഞൊരു ഭരണാധികാരി, ആ ഭരണാധികാരിയിൽ നിന്ന് നീതിയുക്തമല്ലാത്ത തീരുമാനങ്ങൾ, അതിനെല്ലാം അതിജയിച്ച ദിവസമാണ് ആശൂറ. അതിജീവനത്തിന്റെ ദിവസമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗാമികൾക്ക് വലിയ വിജയം നൽകിയ ദിവസമാണത്. ആ ദിവസം വലിയ ഇജാബത്തുള്ള ദിവസമാണ്. അല്ലാഹുവിലേക്ക് കൈനീട്ടിയാൽ ഉത്തരം കിട്ടുന്ന ദിവസമാണ്. ആത്മീയമായ ചൈതന്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണ്. നമ്മുടെ മക്കളുടെ ഖൽബിൽ ഉണ്ടാക്കേണ്ട സമയമാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അവരുടെ പാഠം ലോക മുസ്ലിമീങ്ങൾക്ക് വലിയ ഊർജമുള്ള പാഠമാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകളിൽ ആത്മീയമായ വിചാരങ്ങൾ വേണം. മഹാനരായ സയ്യിദുനാ മൂസാ നബിയെ അവിടുത്തെ ജീവിതത്തെ അനുസ്മരിക്കാൻ ഒരു ദിവസം തന്നെയുണ്ട്. ആ ദിവസമാണ് മുഹറം 10. ഹബീബായ നബി തങ്ങൾ അതിന്റെ പാരമ്പര്യം നമുക്ക് കാണിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നമ്മുടെ മുൻഗാമികൾ ആ ചര്യയെ നമുക്ക് പഠിപ്പിച്ചു തന്നു. മുഹറം 10 മുൻഗാമികളുടെ ഓർമ്മകളുടെ ദിവസമാണ്, അവരുടെ വിജയത്തിന്റെ ദിവസമാണ്. നമ്മുടെ മുൻഗാമികളുടെ ഓർമ്മകൾ നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. ആത്മീയമായ ചിട്ടകളോടെ നമ്മുടെ മുന്നേ നടന്നവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ നിന്ന് ആത്മീയത പടിയിറങ്ങിപ്പോയി. ഹദ്ദാദ് റാത്തിബ് ചൊല്ലുന്ന വീടുകൾ കുറഞ്ഞുപോയി. മൗലിദ് ചൊല്ലുന്ന വീടുകൾ കുറഞ്ഞുപോയി. മാല ചൊല്ലുന്ന വീടുകൾ കുറഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ചൊല്ലിയത് പലതും നമ്മൾ മറന്നുപോയി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തിബിൽ ഒരു ദിക്റല്ലയോ? ആ ദിക്റിന്റെ പ്രത്യേകത അറിയുമോ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് തന്ന സമ്മാനമാണ്. റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ്, ഉമ്മത്തിനോട് പറയുമോ? സ്വർഗത്തിലെ വൃക്ഷം നടാൻ, തൈകൾ നടാൻ. സ്വർഗത്തിൽ എങ്ങനെയാണ് വൃക്ഷം നടുക? സ്വർഗത്തിൽ എങ്ങനെയാണ് പ്ലാന്റുകൾ വെക്കുക? സ്വർഗത്തിൽ എങ്ങനെയാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക? അവരോട് ചെല്ലാൻ പറയണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഓ മുഅ്മിനീങ്ങളെ, ഈ ദിക്റുകൾ അറിയാത്തവരുണ്ടോ? സ്വർഗത്തിൽ നമുക്ക് വൃക്ഷം വെച്ചു പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് അധികരിപ്പിച്ചാൽ പോരെ? ഹദ്ദാദ് റാത്തിബിൽ ഓരോ ദിക്റുകളും അങ്ങനെ എത്രയോ ഫളായിലുകൾ നിറഞ്ഞ ദിക്റല്ലേ? അത് ചൊല്ലിയ മുൻഗാമികൾ നമ്മുടെ മുന്നേ എത്രയോ നടന്നുപോയില്ലേ? ആലി മുസ്ലിയാരെ പിടിക്കാൻ 921 തിരൂരങ്ങാടി പള്ളി വളഞ്ഞില്ലേ ബ്രിട്ടീഷുകാര്? ചരിത്രം മറിച്ചു നോക്കൂ. ആലി മുസ്ലിയാരെ കുറിച്ച് ചരിത്രം പറയുന്നില്ലേ? തിരൂരങ്ങാടി പള്ളിയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ പീരങ്കികൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ബ്രിട്ടീഷുകാരുടെ പട്ടാളം
പള്ളിയുടെ പുറത്തു നിൽക്കുമ്പോൾ ആലി മുസ്ലിയാർ പള്ളിക്കുള്ളിൽ എന്തു ചെയ്യുകയായിരുന്നെന്നറിയോ? ചൊല്ലുകയായിരുന്നു ഹദ്ദാദ് റാത്തിബ് ചൊല്ലിയിട്ടാണ് പതറാത്ത നെഞ്ചോടെ ഇറക്കി വന്നിട്ട് ബ്രിട്ടീഷുകാരന്റെ കയ്യാമം സ്വീകരിച്ച് നടന്നുപോയത്. ആലി മുസ്ലിയാരുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ മുൻഗാമികളെ പറയുമ്പോ കോൾമയിൽ കൊല്ലാറുണ്ട്, രോമാഞ്ചം തോന്നാറുണ്ട്. എന്നാലോ അവരുടെ ജീവിതം എവിടെ? അവരുടെ ജീവിതം എത്ര ഉന്നതമായ ജീവിതമാണ്. അവര് ചൊല്ലി നടന്ന ദിക്റുകളല്ലേ അവരെ ഈമാനികമായി ഉയർത്തിവെച്ചത്. അവര് ചൊല്ലിയ ദിക്റുകളാണ് ഹദ്ദാദ് ആലി മുസ്ലിയാർ ചൊല്ലിയ ദിക്റാണ്, വാരിയങ്ങുന്നന്റെ ദിക്റാണ്. നമ്മുടെ മുൻഗാമികളൊക്കെയും ആ ദിക്റു ചൊല്ലി നടന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്? അങ്ങനെ എത്രയോ നന്മകൾ നമുക്ക് നഷ്ടമായില്ലേ? നമ്മുടെ മക്കളുടെ ഖൽബിൽ ഈമാൻ നിറച്ചു കൊടുക്കാൻ നമ്മുടെ മുന്നേ നടന്നവര് കണ്ടുവച്ച വഴികൾ പലതും നഷ്ടമായില്ലേ? ഓ എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, ചൊല്ലാൻ മറക്കല്ലേ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഉമ്മമാരെ, ഹദ്ദാദ് മുടക്കല്ല. ഹദ്ദാദ് ചൊല്ലുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? അവരുടെ ഈമാൻ സലാമത്താണ്. ലോകത്തുനിന്ന് വിട പറയുന്ന സമയം അവർ കലിമ ചൊല്ലി മരിക്കാൻ അവർ ചൊല്ലുന്ന ദിക്റുകൾ മതിയാണ്. റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ. ഓരോന്നോരോന്ന് പറഞ്ഞ് ഞാനതിലേക്ക് കൂടുതൽ കടന്നു പോവുകയല്ല. നമ്മുടെ മക്കളെ ചൊല്ലി പഠിപ്പിക്കണേ. ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. റസൂലുള്ളാഹിനോട് ഒരാൾ വന്ന് അവലാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ആളാണ്, നിസ്കരിക്കുന്നയാളാണ്, സക്കാത്ത് കൊടുക്കുന്നയാളാണ്. യാ റസൂലല്ലാഹ്, പക്ഷേ എനിക്കൊരു വേവലാതി അങ്ങയോട് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, പല ആളുകളും കൊല്ലം ഹജ്ജിന് പോകുന്നവരാണ്, പലരും ഉംറയ്ക്ക് പോകുന്നവരാണ്, പലരും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. സമ്പത്ത് അവരുടെ കയ്യിൽ അല്ലാഹു ഉള്ളതുകൊണ്ട് അവരാവശ്യം പോലെ ചെലവഴിക്കുന്നവരാണ്. ഹജ്ജും ഉംറയും അവർക്ക് സ്ഥിരമാണ്. പക്ഷേ പാവമാണു ഞാൻ. എന്റെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത പാവം. എനിക്കും അതിനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വന്നു, സങ്കടപ്പെടണ്ട. പൈസ ചെലവഴിച്ചു വർഷാവർഷം ഹജ്ജിന് പോകുന്നവർ, ഉംറ ചെയ്യുന്നവർ, അവർക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലം പോലെ പ്രതിഫലം വേണോ? ചൊല്ലിക്കോ. നിസ്കാരം കഴിഞ്ഞ ഉടനെ സുബ്ഹാനല്ലാഹ് 33 തവണ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് 33 തവണ ചൊല്ലി അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലി ശീലിച്ചോ. കൊല്ലാകൊല്ലവ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഹജ്ജ് മുടങ്ങിയെന്ന പരാതി വേണ്ട, ഉംറയ്ക്ക് പോയില്ലെന്ന പരാതി വേണ്ട, സമ്പത്തില്ലാത്തത് കൊണ്ട് അമല് ചെയ്യാൻ പറ്റുന്നില്ലെന്ന സങ്കടം വേണ്ട, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ലെന്ന വേവലാതി വേണ്ട. ഓ മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ നിന്ന് പിരിയുന്ന നേരം നമ്മുടെ ഖൽബിൽ നമ്മൾ കുറിക്കണം, ഈമാനിലേക്ക് മടങ്ങിയാലല്ലാതെ, അല്ലാഹുവിലേക്ക് മടങ്ങിയാലല്ലാതെ ഒരു കാലത്തും നമ്മൾക്ക് രക്ഷ പ്രാപിക്കാനാകില്ല.
പ്രാപിക്കാനാകില്ല. ഒരു കാലത്തും നമ്മൾക്ക് രക്ഷ പ്രാപിക്കാനാകില്ല. ആരും നമ്മെ രക്ഷപ്പെടുത്താനില്ല. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ടോ? ഒന്നും പേടിക്കാനില്ല. സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് ചോദിച്ചു, മുന്നിലൂടെ ഒഴുകുന്നത് യൂഫ്രട്ടീസ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ തരണം ചെയ്യുക? അതേ, എന്റെ റബ്ബുണ്ട്, അവനാണ് എല്ലാം. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. ഏക സിവിൽ കോഡാണോ ഹസ്ബി അല്ലാഹ്? നിങ്ങളുടെ നിയമങ്ങളിൽ തൊട്ടു കളിക്കുകയാണോ ഹസ്ബി അല്ലാഹ്? പ്രയാസത്തിലാണോ ഹസ്ബി അല്ലാഹ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. എല്ലാം തികഞ്ഞ ഒരു റബ്ബിന്റെ അടിമകളാണ് നമ്മൾ. ആ റബ്ബിനെ അങ്ങ് ചേർത്ത് പിടിച്ചോ, സങ്കടം ഉണ്ടാവുകയില്ല, പ്രയാസങ്ങൾ വന്നു ചേരുകയില്ല, തരണം ചെയ്യാനുള്ള വഴി തുറക്കാതിരിക്കൂല. മോമിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമുക്ക് വേണ്ട ആയുധം അല്ലാഹ്. അവനല്ലാതെ സഹായിക്കുന്നവനില്ല, അവനല്ലാതെ ഏറ്റെടുക്കുന്നവനില്ല, അവനല്ലാതെ കയ്യേൽക്കുന്നവനില്ല, അവനല്ലാതെ കാവലില്ല. അവന് കാവലിന് വേണ്ടി വെച്ച മഹാരഥന്മാരില്ലേ, അവരോ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളല്ലേ. അവസാനിപ്പിക്കട്ടെ, പതിയാങ്കര ഉസ്താദിനോട് നമുക്കുള്ള മഹബത്തിന് കിട്ടുന്ന സമ്മാനം എത്രയാണെന്നറിയുമോ? പ്രതിഫലം എത്രയാണെന്നറിയോ? പതിയാങ്കര ഉസ്താദിനോടുള്ള നമ്മുടെ മഹബത്ത് 3-4 ദിവസം കൊണ്ട് തീരുന്നതല്ല. ആ മഹബത്തിന് കിട്ടാവുന്ന വലിയ പ്രതിഫലം എത്രയാണെന്നറിയോ? ഈ പള്ളിയങ്കണത്തിലേക്ക് ഉസ്താദിനെ സ്നേഹിച്ചു വന്ന മോമിനിങ്ങളെ, മോമിനാത്തുകളെ, അല്ലാഹുവിന്റെ മഹാന്മാരെ സ്നേഹിച്ചവർക്കുള്ള പ്രതിഫലം അത് ചെറുതല്ല. എല്ലാ വെള്ളിയാഴ്ചയും മഹാന്മാരെ കൊള്ളുന്നവനും തള്ളുന്നവനും തെറി പറയുന്നവനും അവൻ മുസ്ലിമാണെങ്കിൽ പാരായണം ചെയ്യുന്ന ഒരു അധ്യായമില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്ന സൂറത്തുൽ കഹ്ഫ് അവൻ പാരായണം ചെയ്യുന്നില്ലേ? ആ കഹ്ഫിലൊന്നു നോക്കുമോ? അല്ലാഹുവിന്റെ മഹാരഥന്മാരായ സ്വാലിഹീങ്ങളായ അടിമകൾ, അസ്ഹാബുൽ കഹ്ഫ് എന്ന മഹാന്മാർ, ഗുഹാവാസികളുടെ ചരിത്രം എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നില്ലേ? അവരെത്ര പേരാണ്? ഖുർആൻ ക്ലിപ്തമായി പറഞ്ഞിട്ടില്ല. അവര് 3 പേരോ 4 പേരോ 5 പേരോ 6 പേരോ ആകാം, അവർ 7 പേരാകാം. എന്നാലോ ഖുർആൻ പറഞ്ഞ പ്രയോഗങ്ങളെ നമ്മളൊന്ന് നോക്കൂ. അവരെ പറഞ്ഞെടുത്തല്ല. വസാലിസുഹും കൽബുഹും വസാമിനുഹും കൽബുഹും വസാദിസുഹും കൽബുഹും. അവരെ പറഞ്ഞു വെക്കുന്ന ഇടത്തെല്ലാം ഒരു പ്രയോഗമില്ലേ? അവരുടെ നായ, അവരുടെ നായ, അവരുടെ നായ. അവരോടൊപ്പം എണ്ണം പറഞ്ഞൊരു നായ. നായയോ? അതെ, നായയെ കുറിച്ച് ആവർത്തിച്ചോതുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങള്. ആ നായ നിസ്കരിച്ച നായയല്ല, ആ നായ സദഖ കൊടുത്ത നായയല്ല, ആ നായ സക്കാത്ത് കൊടുത്ത നായയല്ല. അസ്ഹാബുൽ കഹ്ഫ് നടന്നുപോയ വഴിയില് അവരല്ലാഹുവിന്റെ മഹാന്മാരാണെന്നറിഞ്ഞിട്ട് അവരുടെ കൂടെ നടന്നുപോയ നായ. ആ
അതിനെ അല്ലാഹു ഖുർആനിൽ നിന്നൊഴിവാക്കിയില്ല, അവരുടെ ചരിത്രത്തിൽ നിന്ന് മാറ്റിവെച്ചില്ല. ഈ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളുടെ പേരുകൾ മുഴുവനും ഖുർആൻ പറഞ്ഞില്ല. 25 ആളുകളുടെ നാമമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ ഖുർആൻ ഒരു നായയുടെ ചരിത്രം പറയുകയാണ്. ഹൃദയമുള്ള മുഅ്മിനെ, വിശ്വാസികളായ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയാനാണ്, പഠിക്കാനാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ നായ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ച നായ. അതിനെ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു തരുകയാണ്. ഖിയാമത്ത് നാൾ വരെ ജനങ്ങളത് ഓതുകയല്ലേ, ആ നായയെ കുറിച്ച് പറയുകയല്ലേ. ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയ റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അവരവിടെ കിടന്നുറങ്ങിയില്ലേ. അവരുടെ ഉറക്കം പറയുന്ന കൂട്ടത്തിൽ അല്ല പറഞ്ഞില്ലേ, അവരുടെ കൂടെ വന്ന നായയുണ്ടായിരുന്നു. കൽബുൻ ബാസിതുൻ ദിറാഇഹി ബിൽ വസീർ. എല്ലാ വെള്ളിയാഴ്ചയും ഓതുകയല്ലേ മുഅ്മിന്, കൈകൾ വിരിച്ചു വെച്ച് കിടന്നുറങ്ങിയ നായയുടെ പ്രൗഢി. ആ ഗുഹയുടെ മുഖത്തൊരു നായ കൈകൾ വിരിച്ചു കിടന്നുറങ്ങി. അസ്ഹാബുൽ കഹ്ഫ് എങ്ങനെ ഉറങ്ങി എന്നല്ല, അവരുറങ്ങിയതിനോടൊപ്പം ആ നായയുടെ ഉറക്കത്തിന്റെ പ്രൗഢി കൂടി ചേർത്തു വെച്ചു. ഓ മുഅ്മിനേ, ബുദ്ധിയുള്ള മുസ്ലിമേ, ആലോചിച്ചോ. 300 കൊല്ലം അവരവിടെ ഉറങ്ങിപ്പോയി. അതാ കഹ്ഫ് പറയുന്ന ചരിത്രമല്ലേ. അവസാനം പെട്ടെന്ന് ഉറക്കിൽ നിന്നെഴുന്നേറ്റ് വിശന്നിട്ട് ഭക്ഷണം വാങ്ങാൻ അവര് ഗുഹാമുഖത്തേക്ക് ഇറങ്ങുമ്പോ അവര് പറഞ്ഞു, നമ്മൾ ഒരല്പനേരമേ ഉറങ്ങിയിട്ടുള്ളൂ. കാരണമെന്താണ്? നമ്മളുടെ കൂടെ വന്ന നായ ഇതാ ഈ മുറ്റത്തിതുപോലെ കിടന്നുറങ്ങുന്നു. ആ നായക്കൊരു കുഴപ്പവും വന്നിട്ടില്ല, ആ നായക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ ഒരുപാട് കാലമൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മുടെ പിറകിൽ വന്ന നായയും ഇവിടെ കിടക്കുന്നുണ്ട്, അതും ഉറങ്ങുകയാണ്. 300 കൊല്ലം കിടന്നുറങ്ങിയിട്ട് ആ നായയുടെ ശരീരത്ത് പുഴുത്തില്ല, ജീർണിച്ചു പോയില്ല, നശിച്ചു പോയില്ല. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, അവിടെ പകരം കണ്ടത് എല്ലും തോലുമായിരുന്നെങ്കിൽ, സ്കെൽട്ടനാണ് കണ്ടതെങ്കിൽ ഇറങ്ങുമ്പോ മനസ്സിലാകും ഈ നായ മരിച്ചിട്ട് എത്രയോ കാലമായെന്ന്. പക്ഷേ അസ്ഹാബുൽ കഹ്ഫിന് മനസ്സിലായില്ല. കാരണം നായ അവരുള്ളപ്പോ എങ്ങനെയാണോ അതുപോലെ ഉറങ്ങി. നികൃഷ്ടമായി നമ്മൾ കാണുന്ന ഒരു ജീവി, തൊട്ടാൽ 7 വെള്ളം കൊണ്ട് കഴുകുന്ന ജീവി, ആട്ടിയകറ്റുന്ന ജീവി, അത് സ്വാലിഹീങ്ങളെ സ്നേഹിച്ചപ്പോഴോ അതിന്റെ ശരീരത്ത് പുഴുതൊട്ടില്ല, ശരീരം നശിച്ചു പോയില്ല, ദ്രവിച്ചു പോയില്ല. പതിയാങ്കര ഉസ്താദിനെ സ്നേഹിക്കുന്നവരെ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നവരെ, അള്ളാഹുവിന്റെ മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരെ, ആ ഇഷ്ടങ്ങളെ ദുനിയാവിൽ അവസാനിക്കുകയില്ല. നമ്മുടെ ശരീരം ഏതെങ്കിലും ഒരു ദിവസം ഈ പതിയാങ്കര മഹലിന്റെ ഖബർസ്ഥാനിൽ വെക്കുന്ന ദിവസം വരും. ആ ദിവസമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിൽ കെട്ടിത്താഴ്ത്തുന്ന സമയം വരും. ആ സമയമുണ്ടല്ലോ, ആ സമയത്തും നമുക്കുള്ള രക്ഷയാണ്, അവിടെയും നമുക്കുള്ള കാവലാണ്. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. സ്വാലിഹീങ്ങളെ സ്നേഹിച്ചോ,
ആ സ്നേഹിച്ചത് കൊണ്ടൊരു നായ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ജീവികളെ ഒക്കെയും പരിശോധിച്ചോ, അവയൊക്കെ സ്വാലിഹീങ്ങളോട് സുഹബത്തുള്ളതാണെങ്കിൽ അവരെ സ്നേഹിച്ചവര് നഷ്ടപ്പെടൂല. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായ ഒരു മനുഷ്യനുണ്ട്. അയാളോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീന് പറയുന്ന അബൂ യസീദുൽ ബിസ്താമിയെ വല്ലാതെ സ്നേഹിച്ചുപോയി, മഹബ്ബത്ത് വെച്ചുപോയി. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജനങ്ങൾ ചൊല്ലിക്കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവര് പറഞ്ഞു, പറയണ്ട, നിങ്ങൾ ചൊല്ലിത്തരണ്ട. എന്റെ അരികിലിരിക്കുന്നുണ്ട് എന്റെ ഉസ്താദ് അബൂ യസീദുൽ ബിസ്താമി, അവരെനിക്ക് ചൊല്ലിത്തരുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുൻഗാമികളായി നടന്നുപോയവരുടെ ജീവിതം നമുക്ക് തരുന്ന പാഠമാണ്. സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഭാഗമാണ്. മഹബ്ബത്ത് നമ്മെ സ്വർഗത്തിലെത്തിക്കാനുള്ളതാണ്. നമ്മൾ നടന്നു വന്ന വഴി ആ പാരമ്പര്യത്തിൻ്റെതാണ്. സയ്യിദുനാ സിദ്ദീഖ് തങ്ങളുടെ മഹബ്ബത്തിന്റെ വഴിയാണ്. മഹാരഥന്മാരായ മുൻഗാമികളുടെ വഴിയാണ്. ആ വഴിയിൽ ഇമാമുകളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മുൻഗാമികളുണ്ട്, ദീനിനെല്ലാം എല്ലാം സമർപ്പിച്ചവരുണ്ട്. ആ വഴി വിട്ടുപോകല്ല. ആ വഴിയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ മുറുകെ പിടിച്ചോ, സ്വാലിഹീങ്ങളെ മഹബ്ബത്ത് വെച്ചോ. നാളെ രണ്ട് ലോകവും രക്ഷപ്പെടാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം ലഭിക്കാൻ അത് കാരണമാണ്. നിസാരമായ ഒരു ജീവി, ആ ജീവി പോലും സ്വാലിഹീങ്ങളെ സ്നേഹിച്ചപ്പോൾ ആ ജീവിയുടെ പവർ തന്നെ മാറി. ആ ശരീരത്ത് ചെതല് തൊട്ടില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ശരീരം ഖബറിൽ വെക്കുന്ന ഒരു ദിവസം സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് അവിടെ രക്ഷപ്പെടും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.